ഉണ്ടായിരുന്നു. തലസ്ഥാനത്ത് നിന്ന് വീട്ടിനുള്ളിൽ നിന്നും മീനിനെ പിടിക്കുന്ന ഒരു കാഴ്ച. അത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൗതുകമൊക്കെ ചിലർക്കെങ്കിലും തോന്നിയേക്കാം. പക്ഷേ അത് അവരുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ്, ഗതികേടാണ്. വീട്ടിനുള്ളിൽ മീൻ വരെ എത്തുന്ന രീതിയിൽ വെള്ളം ഒഴുകിയെത്തുക എന്ന് പറയുന്നത് ഇത് എവിടെയാണ്? പക്ഷേ അത് നമ്മൾ രാവിലെ ജഗതിയിലെ കാരക്കാട് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ് നമ്മൾ വാർത്തകൾ പങ്കുവെച്ചത്. തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടൊഴിഞ്ഞു, അത് ആശ്വാസമായി എന്ന ഒരു വരി പറഞ്ഞു നിർത്താതെ നമ്മൾ നേരെ ജഗതിയിലേക്കാണ് പോയത്. കാരണം ജഗതിയിലെ വീടുകൾ കണ്ടാൽ ആ ഒരു വരി പോലും നീതികേടാകുമെന്ന് തോന്നിയ കാഴ്ചകളാണ് ജഗതിയിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. കാരണം വെള്ളം ഒഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. അത് കിള്ളിയാറിന് സമീപത്തുള്ള വീടാണ്. അവിടെ വെള്ളം ഇന്നലെ നിറഞ്ഞിരുന്നു. ജിബിൻ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ആ റിപ്പോർട്ട് നൽകിയിരുന്നു. രാവിലെ പോയപ്പോൾ ആ വീടുകളിൽ ഉൾപ്പെടെ ചെളി നിറഞ്ഞ അവസ്ഥയായിരുന്നു. ഈ അക്ഷയ പറഞ്ഞ വീടെന്ന് പറയുന്നത് വീട്ടിൽ 2 പേരാണ് താമസം, 2 വയോധികരാണ്. അവർക്ക് 2 പേർക്കും ശാരീരിക പ്രശ്നങ്ങളുണ്ട്. അവർ തന്നെ അത് വൃത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ആ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് കയറുന്നത്. അവിടെ നിന്നാണ് ആ ഒരു മീൻ ജീവൻ നഷ്ടമാകാതെ ഇപ്പോഴും കിടന്നത്. അതായത് ആ മീന് നമ്മൾ രാവിലെ 8 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് അവിടെ എത്തുമ്പോൾ മീന് എന്തോ ജീവനുണ്ട് എന്ന് പറയുമ്പോൾ വെള്ളം അത്രമാത്രം സമയം അവിടെ നിന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവസാനം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നെല്ലയും മുരുകനും ഒപ്പം അൻസിലും കൂടി ആ മീനെ എടുത്ത് ആ കിള്ളിയാറിലേക്ക് ഇടുകയാണ് ചെയ്തത്. രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന വലിയ വലിയ കാഴ്ചകൾ, ഈ പുറത്തുള്ളവർ മഴയില്ലാതെ വീട്ടിലിരിക്കുന്നവർക്ക് കൗതുകം തോന്നുന്നു. അവരുടെ നിസ്സഹായ അവസ്ഥയാണ്. കാരണം അതുപോലെ തന്നെ ആ വീട്ടിൽ 2 പേരാണുള്ളതെന്ന് പറയുന്നു. അവരിൽ ഒരാളുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്, അത് കേൾക്കാം. 10:30 മണിക്കാണ് റോട്ടിൽ കയറിയത്. അതിനുശേഷം പിന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ പോലും വയ്യായിരുന്നു. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഒരു മനുഷ്യരില്ല. നമുക്ക് ചെളി ഇനി എന്ത് ചെയ്യും? ആരെങ്കിലും കൊണ്ട് വൃത്തിയാക്കാൻ പോലും എനിക്ക് നിവർത്തിയില്ല. അവരുടെ സങ്കടമാണ് കേൾക്കുന്നത്. വല്ലാത്ത അവസ്ഥയാണ്. മീൻ വരെ വീട്ടിലേക്ക് ഒഴുകി എത്തുക എന്ന് പറയുമ്പോൾ അത്രയും വെള്ളം ആ വീട്ടിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. മറ്റാരുമില്ല അവർക്ക് സഹായത്തിന് പോലും എന്നുള്ളതാണ്. വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്ന 2 പേരാണ്. അവർക്കാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടാകുന്നത്. രാഹുൽ, അവിടെയുള്ള പ്രദേശത്ത്, അതായത് ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും നമ്മളൊരു മീനിനെ കണ്ടു, അല്ലെങ്കിൽ ഈ വീട്ടിലൊരു കാഴ്ച നമ്മൾ കണ്ടു, അതിനപ്പുറത്തേക്ക് ആ പ്രദേശം മൊത്തം ഇങ്ങനെ തന്നെയായിരിക്കുമല്ലോ അല്ലേ? പക്ഷേ ആ പ്രദേശത്ത് ഈ കിള്ളിയാറിനോട് ചേർന്ന് നിൽക്കുന്ന 3-4 വീടുകളാണുള്ളത്. ആ വീടിന് പുറകിലത്തെ വീട്ടിലേക്ക് നമ്മൾ പോയി എല്ലായിടത്തും കാണാൻ കഴിയുന്ന ഒരേ കാഴ്ചകളാണ്. ഈ പറഞ്ഞ ചൂലും ബക്കറ്റുമായി അവർ ഇന്നത്തെ കാര്യങ്ങൾ തുടങ്ങിയിട്ട് പോലുമില്ല. അവർക്ക് ആഹാരം പാകം ചെയ്തിട്ടില്ല. അത്തരത്തിൽ അവരുടെ കാര്യങ്ങൾ തുടങ്ങണമെങ്കിൽ അവർക്ക് ആ ചെളി നീക്കം ചെയ്യണം. മഴ അവസാനിക്കുന്നില്ല എന്നുള്ള ആ വലിയ തിരിച്ചറിവിലും അവർ ഇന്നലെ വരെ അടിഞ്ഞുകൂടിയ ചെളി വീടിൻ്റെ ഉമ്മറത്തു നിന്നും അല്ലെങ്കിൽ കിടപ്പുമുറിയിൽ നിന്നും ഒക്കെ മാറ്റുകയാണ്. നമ്മൾ ഏറ്റവും പുറത്ത് കണ്ട ആ വീടിനെ സംബന്ധിച്ച് ആ വീടിൻ്റെ ഏറ്റവും മുന്നിൽ കാണാൻ കഴിഞ്ഞത് നമുക്കൊരു ചായക്കടയാണ്. അത് ആ അമ്മയുടെ ഉപജീവനത്തിൻ്റെ ഭാഗമായി അമ്മ ഈ കച്ചവടം ചെയ്യുന്ന സ്ഥാപനമാണ്. അത്തരത്തിൽ അവിടെ എല്ലാം ചെളി കയറുന്നു. അവർ നമ്മളോട് പറഞ്ഞത്, ആദ്യം ചോദിച്ചത് ഇത് വൃത്തിയാക്കാൻ ആരെങ്കിലും എത്തുമോ, അങ്ങനെ അറിയിപ്പ് കിട്ടിയോ എന്ന് നമ്മളോട് ചോദിച്ചു. അവരെ അറിയിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അവർക്ക് ആർക്കും വേണ്ടി കാത്തു നിൽക്കാതെ അവരത് ചെയ്യുകയാണ്. അവർക്കത് ശീലമായി. അതുകൊണ്ട് ശീലത്തിൻ്റെ ഭാഗമാണ് ഈ ഭയവും ആശങ്കയും എല്ലാം. ഞങ്ങൾക്കറിയാമായിരുന്നു മഴക്കാലം വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും എന്നൊക്കെയുള്ള രീതിയിൽ നിസ്സംഗമായ അധികൃതരുടെ നിസ്സംഗതയോട് അവരങ്ങനെയാണ് പ്രതികരിച്ചത്. അവർ ഇനിയും കാത്തിരിക്കാൻ തയ്യാറാണ്. ഇത് വൃത്തിയാക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതിനൊരു പ്രതിരോധ മാർഗം തീർക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിൽ മഴയൊഴിഞ്ഞെങ്കിലും വെള്ളം ഒഴിഞ്ഞെങ്കിലും ദുരിതമൊഴിയാത്ത കുടുംബങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവർക്ക് ഇനിയും ആശങ്കയാണ്. കാരണം അവർക്ക് അത്രമാത്രം അമൂല്യമായ സാധനങ്ങളെല്ലാം ആ വീടിൻ്റെ മുകളിലത്തെ തട്ടിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. മഴ കഴിയാതെ അവർ താഴേക്ക് ഇറക്കില്ല, അല്ലെങ്കിൽ മറ്റു വീടുകളിലേക്ക് പോകേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ജഗതിയിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ നമ്മൾ വരികയാണെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ കിള്ളിയാർ കര കവിഞ്ഞൊഴുകി വലിയ രീതിയിൽ വെള്ളക്കെട്ട് എല്ലാ വീടുകളിലേക്കും വെള്ളം കയറുന്ന അവസ്ഥയൊക്കെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടുകളിൽ വെള്ളം കുറച്ചൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട് വെള്ളം. പക്ഷേ വീട്ടിൽ മീൻ വരെ കയറുന്നൊരു വല്ലാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. അവിടെ ആ ഒരു വീട്ടിൽ രാവിലെ നിന്ന് നമുക്ക് കിട്ടിയ ലഭ്യമായിട്ടുള്ള നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിനകത്ത് മീൻ ഉൾപ്പെടെ കയറി വരുന്ന ഒരു വല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. രാഹുൽ തുടരുന്നുണ്ട്. രാഹുൽ, ഈ പറയുന്ന പോലെ ഈ പ്രദേശത്ത് എത്ര വീടുകളുണ്ട്? അവർ പറഞ്ഞിരുന്നു, നമ്മൾ ഇന്നലെയൊക്കെ കേട്ട പ്രതികരണങ്ങളിലൊക്കെ എല്ലാ വർഷവും കിള്ളിയാർ കര കവിഞ്ഞൊഴുകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതാ നമുക്ക് ആ മീൻ അതിനുള്ളിൽ വീട്ടിനകത്ത് പെട്ടുപോയ മീനെടുത്ത് പുറത്ത് വെള്ളത്തിലേക്ക് ഇടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
മീൻ എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിച്ചോട്ടെ എന്ന രീതിയിൽ ആ മീനിൻ്റെ അടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. പക്ഷേ മീനിൻ്റെ അവസ്ഥയുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ തീർത്തും ബുദ്ധിമുട്ടുള്ള അവസ്ഥ തന്നെയാണിത്.